ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കീം PYQ സീരീസിലെ കുറച്ച് മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് U be the universal set and let A and B any two subsets of U. If n of U equal to 25, n of A equal to 14, n of A intersection B equal to 6 and n of A union B equal to 20, then n of B complement is equal to. അപ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റും അതിലെ രണ്ട് സബ്സെറ്റും എയും ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ ഓഫ് ബി അല്ല, എൻ ഓഫ് ബി കോംപ്ലിമെന്റ് ആണ്. അപ്പം നമുക്ക് ആദ്യം എൻ ഓഫ് ബി എന്താണെന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ എൻ ഓഫ് ബി മാത്രമാണ് ഇതിൽ അൺനോൺ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എൻ ഓഫ് ബി എന്താണെന്ന് കിട്ടും. ദാറ്റ് ഈസ് എൻ ഓഫ് ബി ഈക്വൽ ടു 12 ആണ് കിട്ടുന്നത്. അതെങ്ങനെയാണ്? 14 മൈനസ് 6 8 ആണ്. ഈ 8നെ LHSലോട്ട് കൊണ്ടുപോയി 20 മൈനസ് 8 വിച്ച് ഈസ് ഈക്വൽ ടു 12. ദാറ്റ് ഈസ് എൻ ഓഫ് ബി ഈക്വൽ ടു 12. ഇനി എൻ ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ എത്ര നമ്പർ ഓഫ് യു എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ 25ൽ നിന്ന് ഈ എൻ ഓഫ് ബി മൈനസ് ചെയ്താൽ എൻ ഓഫ് ബി കോംപ്ലിമെന്റ് കിട്ടും അല്ലേ? ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബിയിലില്ലാത്ത എലമെന്റ്സിനെയാണ് ബി കോംപ്ലിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിലുള്ളതിൽ നിന്നും ഈ എൻ ഓഫ് ബി മൈനസ് ചെയ്താൽ മതി. 25 മൈനസ് 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 13. അപ്പോൾ നമ്മൾ വെൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് വരിക? വെൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് യു എന്ന് പറയുന്ന സൂപ്പർ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്. അതിൽ രണ്ട് സബ്സെറ്റ് ആണ് എയും ബിയും. അതിൽ എയും ബിയും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ മനസ്സിലാക്കുക. അതിൽ എയും ബിയിലെ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബിയിൽ ഇല്ലാത്തത് മുഴുവൻ, അതായത് ഈ യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബിയിലുള്ളത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബിയിലില്ലാത്തത് കിട്ടുമല്ലോ. അതാണ് ഇക്വേഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/7 minus cos x where x belongs to R. Then the range of f is. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, നമുക്ക് അതിന്റെ ഫംഗ്ഷന്റെ റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോസ് എക്സ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് അല്ലേ എഫ് ഫംഗ്ഷനിൽ. ഈ കോസ് എക്സിന്റെ റേഞ്ച് എത്രയാണ്? ക്ലോസ്ഡ് ഇന്റർവൽ -1, ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് ഫസ്റ്റ് അപ്പർ ലോവർ -1 ആയി കഴിഞ്ഞാൽ കോസ് എക്സ് -1 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താവും? 7 മൈനസ് കോസ് എക്സ് എന്താവും? 8 ആവും. 7 മൈനസ് -1 7 + 1 8. കോസ് എക്സ് 1 ആവുമ്പോൾ 7 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 7 - 1 6 ആവും. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ 7 മൈനസ് കോസ് എക്സിന്റെ റേഞ്ച് 6,8 ആണ്. ഓക്കെ, 7 മൈനസ് കോസ് എക്സിന്റെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/7 മൈനസ് കോസ് എക്സ്. ദാറ്റ് ഈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 1/8, 1/6. ഓപ്ഷൻ ഇ ആണ് നോക്കുന്നത്. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. നമുക്കിവിടെ എഴുതേണ്ടത് ഇവിടെ 8,6 ആണ് എഴുതേണ്ടത്. -1,1ന്റെ റേഞ്ച് അല്ലേ എഴുതേണ്ടത്. അപ്പോൾ 6,8 അല്ല, 8,6 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിന്റെ റേഞ്ച് 1/8, 1/6 എന്ന് വരും. The domain of the function f of x equal to √7 - 11x is. ഡൊമൈൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡൊമൈൻ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആവണമെന്നുണ്ടെങ്കിൽ 7 ഈ റൂട്ടിന്റെ ഉള്ളിലുള്ള വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ആവുള്ളൂ. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? 7 - 11x ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരണം. ദാറ്റ് ഈസ് 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 11x, ദാറ്റ് ഈസ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7/11. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് എങ്ങനെയാ? -∞ തൊട്ട് 7/11 വരെയുള്ള വാല്യൂസ് വരും. അപ്പോൾ -∞ ഓപ്പൺ ഇന്റർവെൽ ആണ്, 7/11 ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Let A and B be two finite set. If n of A equal to 7 and the number of relation from A to B is 128, then n of B. അത് നമ്മൾ നമ്പർ ഓഫ് റിലേഷൻ്റെ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? എ എന്ന് ബിയിലോട്ടുള്ള നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് 2n of A × n of B ആണ്. ഇതിൽ n of A തന്നിട്ടുണ്ട് 7 ആണെന്ന്, n of B നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ഈ 128നെ 2ന്റെ പവറായിട്ട് എഴുതി എങ്ങനെ എഴുതാം? 2⁻7 എഴുതാം. അപ്പോൾ 2⁻7 equal to 2⁻7 into n of B, which implies n of B into 7 equal to 7 ആണ്. That implies 7 of B equal to 1.
ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next, the value of 1 plus I all raised to 10 is equal to. അപ്പോൾ ഇങ്ങനെ കോംപ്ലക്സ് നമ്പേഴ്സ് ഓൾ റേസ് ടു 10 ഫോമിൽ ചോദിച്ചു ചെയ്യാം. പവേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക അതിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആർ ഇ റേസ് ടു ഐ തീറ്റ ആണ് പോളാർ ഫോം. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 വരും. Then theta എന്ന് പറഞ്ഞാൽ tan inverse y by x ആണ്. ഇമാജിനറി പാർട്ട് ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് ഇവിടെ 1 ആണ്, റിയൽ പാർട്ടും 1 ആണ്. tan inverse 1 ഈക്വൽ ടു 5/4. then നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 1 plus i all raised to 10 ആണ്. അപ്പോൾ 1 plus i all raised to 10 ആകുമ്പോൾ r e raised to i theta, e raised to i theta എനിക്ക് cos theta plus i sin theta എന്ന് എഴുതാം. അപ്പോൾ r എന്ന് പറഞ്ഞാൽ ഇവിടെ റൂട്ട് 2 ആണ്, cos theta 5/4 ആണ്, പ്ലസ് i sin 5/4 all raised to 10 വന്നു. ഈ 10 ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത റൂട്ട് 2 all raised to 10 cos 5/4 പ്ലസ് i sin 5/4 all raised to 10 വന്നു. ഇവിടെ നമുക്ക് ഡി മോർവിസ് തിയറം അപ്ലൈ ചെയ്യാം. ഡി മോർവിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് cos theta plus i sin theta all raised to n equal to cos n theta plus i sin n theta എന്ന് പറയുന്നതാണ് ഡി മോർവിസ് തിയറം. ഇവിടെ n എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? cos 10 pi/4 plus i sin 10 pi/4 വരും. സിമിലർലി ഇവിടെ റൂട്ട് 2 all raised to 10 എന്ന് പറഞ്ഞാൽ 2 raised to 10/2 ആണ് അല്ലേ? ദാറ്റ് ഈസ് 2 raised to 5. റൂട്ട് 2നെ 2 raised to 1/2 എന്ന് എഴുതാം. all raised to 10 വരുമ്പോൾ 10/2 5 വന്നു. 2 raised to 5 എന്ന് പറയുന്നത് 32 ആണ്. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ cos 5 pi/2 plus i sin 5 pi/2 എന്ന് വരും. cos 5/2 0 ആണ്, i sin 5/2 എന്ന് പറയുന്നത് 1 ആണ്. 1 into i വരും, ദാറ്റ് ഈസ് 32i. ഓപ്ഷൻ ഡി ആണ് ആൻസർ. The value of I raised to 3 plus I raised to 4 plus I raised to 5 plus etc. up to I raised to 93 where I equal to root minus 1 is equal to. നമുക്ക് ഈ സീരീസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഐ സ്ക്വയർ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ I raised to n plus I raised to n plus 1 plus I raised to n plus 2 plus I raised to n plus 3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ട് പവർ കോൺസിക്യൂട്ടീവ് പവേഴ്സ് വന്നിട്ടുള്ള 4 ടേംസിന്റെ സമ്മ് 0 ആയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന സീരീസിലെ ഓരോ 4 ടേംസിന്റെ സമ്മ് വന്ന കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന 4 ടേംസിന്റെ സമ്മ് 0 ആയിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് നോക്കാം. I raised to 3 തൊട്ട് I raised to 93 വരെ എന്ന് പറയുമ്പോൾ അതിൽ എത്ര ടേംസ് ഉണ്ടായിരിക്കും? I raised to 3 തൊട്ട് 93 വരെ 90 ടേംസ് പ്ലസ് 1 91 ടേംസ് ഉണ്ടായിരിക്കും. സപ്പോസ് ഇപ്പോൾ I raised to 3 കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 1 പ്ലസ് i പ്ലസ് i സ്ക്വയർ പ്ലസ് i ക്യൂബ് പ്ലസ് എക്സെട്ര അപ് ടു I raised to 90 വരെ വരും. അപ്പോൾ ഐയുടെ പവർ I raised to 1 തൊട്ട് 90 വരെ. അപ്പോൾ 90 ടേംസ് ഉണ്ട്. പിന്നെ ഒരു 1 പ്ലസ് ഉണ്ട് ഒരു ടേം. അപ്പോൾ ആ 1നെയും കൺസിഡർ ചെയ്താൽ 91 ടേംസ് ആണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ ഈ 91 സീരീസിലെ ഓരോ 4 ടേംസ് സം ചെയ്താൽ 0 വരും. അപ്പോൾ അതിനെ 91 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ 3 ആണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്. അത് സിംപ്ലൈസ് ചെയ്യുന്നത് എന്താണ്? ലാസ്റ്റ് 3 ടേംസിന്റെ സം മാത്രം കണ്ടാൽ മതി. ബാക്കിയുള്ള സമ്മൊക്കെ 4 ടേംസിന്റെ സമ്മ് 0 0 0 ആയിട്ട് വന്നുകൊണ്ട് പോരും. അപ്പോൾ ലാസ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞാൽ I raised to 91 പ്ലസ് I raised to 92 പ്ലസ് I raised to 93 ആണ്. അപ്പോൾ I raised to 91 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് 91നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി റിമൈൻഡർ ആയിട്ട് 3 ആണ് വരുന്നത്. അപ്പോൾ I raised to 3 ആയിരിക്കും I raised to 91ന്റെ വാല്യൂ. ഓക്കെ, അതാണ് ഇത് നോക്കൂ. ഈ 4 ടേംസ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് i പ്ലസ് 1 പ്ലസ് i പ്ലസ് -1. അപ്പോൾ എല്ലാ ടേമും ആഡ് ചെയ്ത് 0 വരും ആയി പോകും. അപ്പോൾ I raised to 91ന് എനിക്ക് I raised to 22 ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? I raised to 22/4 I raised to 22 into 4 plus 3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. I raised to 22 into 4 എന്ന് പറയുന്നത് I raised to 4 all raised to 22 ഈക്വൽ ആണ്. അപ്പോൾ I raised to 4 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. 1 raised to 22 1 തന്നെ. അതേ ഇൻറ്റു I raised to 3. അപ്പോൾ 1 into I raised to 3 എന്ന് പറയുമ്പോൾ I raised to 91ന്റെ വാല്യൂ I raised to 3 ദാറ്റ് ഈസ് -i വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് ഏത് നമ്പർ ആണെങ്കിലും ആ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പവർ ആയിട്ട് വരുന്നത് ഏത് പവർ ആണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന റിമൈൻഡർ ഏതാണോ അതാണ് അതിൻ്റെ വാല്യൂ. I raised to ആ വാല്യൂ I raised to 3 ആണെങ്കിൽ I raised to 3. അപ്പോൾ -1. ഇനി 92ന്റെ വാല്യൂ I raised to 92ന്റെ കാണണമെങ്കിൽ ഒന്നെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? അത് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? അത്
0 ആണ് റിമൈൻഡർ ആയിട്ട് വരിക. അപ്പോൾ I raised to 0 that is 1 വരും. I raised to 93 ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് റിമൈൻഡർ ആയിട്ട് വരിക. അപ്പോൾ അതിൻ്റെ വാല്യൂ I ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയ 3 വാല്യൂസും ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ -I + 1 + I ക്യാൻസൽ ആയി പോയി 1 ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next, the imaginary part of 3 - 2y by 2y the whole square is equal to. നല്ല എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐയുടെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ടേം. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ x + iy. അതിന് റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐയുടെ കോഎഫിഷ്യന്റ് x + iy ഐയുടെ കോഎഫിഷ്യന്റ് അതായത് y. അപ്പോൾ ഇവിടെ നമുക്ക് ഐയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ടേം ഏതാണെന്ന് നോക്കണം. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 3 - 2y the whole square divided by 2y whole square. ഇത് a - b whole square എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? a square - b square - 2ab ആണ്. അപ്പോൾ 9 - 4 - 12y divided by I square - 1 2 square 4 4 × -1 -4. ഇത് സിംപ്ലിഫൈ ഇമാജിനറി പാർട്ട് ഐയുടെ മാത്രം മതി. -12 - -4 3 ആണ്. അതിൻ്റെ കൂടെ I എഴുതരുത് കേട്ടോ. ഇമാജിനറി പാർട്ടിൽ ഐയുടെ കോഎഫിഷ്യന്റ് മാത്രമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് Z1 = 1/2 + I √3/2 and Z2 = -1/2 - I √3/2 if W = Z1 + Z2 conjugate then W complement is. ഇതിന്റെ കോംപ്ലിമെന്റ് ആണ് വേണ്ടത്. അപ്പോൾ Z1 + Z2 conjugate all conjugate കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ അതിനെ Z1 conjugate + Z2 conjugate all conjugate. ഇത് 2 ബാർ വന്നാൽ അത് ക്യാൻസൽ ആയിട്ട് Z2 മാത്രമാവും. അപ്പോൾ Z1 conjugate എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടിന്റെ സൈൻ ചേഞ്ച് ചെയ്താൽ മതി. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. ഇവിടെ പ്ലസ് സൈൻ ആണ്, അപ്പോൾ അതിനെ മൈനസ് ആക്കി എഴുതി. പ്ലസ് Z2 അതേപടി താഴോട്ട് എടുത്ത് എഴുതി. അപ്പോൾ 1/2 - 1/2 ക്യാൻസൽ ആയി പോയി. -I √3/2 - I √3/2 ആഡ് ചെയ്യുമ്പോൾ -I √3. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next, let an = 2 raised to n - 1 where n = 1, 2, 3 etc. Then the value of the sum sigma n = 1 to 20 an is equal to. ഓക്കെ, അപ്പോൾ an തന്നിട്ടുണ്ട് 2 raised to n - 1 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 മുതൽ 20 വരെ n ആഡ് ചെയ്യണം. അപ്പോൾ 1 മുതൽ 20 വരെ ആഡ് ചെയ്യുമ്പോൾ 1 + 2 + 2 സ്ക്വയർ പ്ലസ് അങ്ങനെ ആഡ് ചെയ്തിട്ട് 2 raised to 19 വരെ വരും. കാരണം എന്താ? എൻ്റെ വാല്യൂ എന്താ? 2 raised to n - 1 ആണ്. n-ന് 20 കൊടുക്കുമ്പോൾ 20 - 1 19 വരും. അങ്ങനെയാണ്. ഇവിടെ 1 വരാൻ കാരണം 2 raised to 1 - 1 0, 2 raised to 0 1 ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ GP ആണ് അല്ലേ. ഇത് സം ഓഫ് GP എന്ന് പറഞ്ഞാൽ 1 - a raised to r by 1 - a ആണ്. ദാറ്റ് ഈസ് 1 - 2 raised to 20 divided by 1 - 2. 1 - 2 -1 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന്റെ ആൻസർ എന്ത് വരും? 2 raised to 20 - 1. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Next question, A1, A2, etc. A10 are in GP, and if A1 + A2 = 6 and A9 + A10 = 3/128, then the common ratio of the GP is equal to. നമുക്ക് കോമൺ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. A1 + A2 = 6 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഫസ്റ്റ് എലമെന്റ് A ആണെങ്കിൽ സെക്കൻഡ് എലമെന്റ് എന്തായിരിക്കും? ആ ഫസ്റ്റ് എലമെന്റിനോട് കൂടി കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്താലാണ് നെക്സ്റ്റ് എലമെന്റ് കിട്ടുക. അതാണ് ജോമെട്രിക് പ്രോഗ്രഷനിൽ വരുന്നത്. അപ്പോൾ A + AR ആണ് ആക്ച്വലി 6. അതിൽ A കോമൺ ആയ A × 1 + R = 6. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. പിന്നെ നെക്സ്റ്റ് കണ്ടീഷൻ തന്നിരിക്കുന്നത് A9 + A10 = 3/128. A10 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എലമെന്റിന്റെ കൂടെ R⁸8 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. A10 ആണെങ്കിൽ A R⁹9 ആണ്. ഇതിൽ നിന്ന് A R⁸8 കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്താൽ 1 × 1 + R = 3/128. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R-ന്റെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് 2 divided by 1 ചെയ്താൽ A 1 + R ക്യാൻസൽ ആയി പോകും. Aയും ക്യാൻസൽ ആയി പോകും. R⁸8 = 3/128 × 6. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ R⁸8 = 1/2⁸8 which implies R = 1/2. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് ഫസ്റ്റ് പാർട്ട് 1 PYQ സീരീസിന്റെ പാർട്ട് 1 കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.